നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു നാടൻ ബീഫ് കറി ഉണ്ടാക്കി നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന അരക്കിലോ ബീഫാണ്. അതിനാവശ്യമായ പച്ചമുളക്, ഇഞ്ചി, വലിയ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി എന്നിവ ആവശ്യമാണ്. ഇതിനാവശ്യമായ പെരിഞ്ജീരകം, ജീരകം, പട്ട, ഗ്രാമ്പു, മസാല എന്നിവയും ആവശ്യമാണ്. കുരുമുളക് പൊടിയുടെ ഒരു പാക്കറ്റും ആവശ്യമാണ്. നമുക്ക് കുക്കറിലാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത്. അതിന് കുക്കറിലേക്ക് ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആവശ്യമായ ഉള്ളി അതിലേക്ക് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ ചുവന്ന കളറാവുന്നത് വരെ വഴറ്റി എടുക്കുക. കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഉള്ളി വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലോട്ട് ഇടുക. എന്നതിന് ശേഷം നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ചുവന്ന കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലോട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. തക്കാളി വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് നല്ലപോലെ അരച്ചത് അതിലോട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ഇഞ്ചി നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല 1 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ അതിലോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പൊടികളെല്ലാം നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് അതിലോട്ട് ഇട്ട് നല്ലപോലെ ഇളക്കി മസാലകളെല്ലാം ബീഫിൻ്റെ മുകളിൽ വരുന്നത് പോലെ ഇളക്കി കൊടുക്കുക. ബീഫ് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർക്കുക. നമുക്ക് കറി എത്ര അളവിൽ വേണോ അതിനനുസരിച്ചുള്ള വെള്ളം അതിലോട്ട് ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലോട്ട് കറിവേപ്പിലയിട്ട് കുക്കറിൻ്റെ മൂടി വയ്ക്കുക. 6 വിസിൽ വന്നതിന് ശേഷം തുറക്കുക. നമ്മളുടെ സ്വാദിഷ്ടമായ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.